ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് അടുപ്പത്തായിട്ട് വെക്കാറ്, ബാക്കിയെല്ലാം ഞാൻ സ്റ്റൗമ്മലാണ് വെക്കാറ്. അങ്ങനെ കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അകൊക്കെ അടിച്ച് വാരലും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. പിന്നെ അവർ മദ്രസ ഇട്ട് വരുമ്പോഴത്തേന് ഏകദേശം എൻ്റെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവർ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. എനിക്ക് പിന്നെ അവർ പോയി കഴിഞ്ഞാൽ തുടക്കാനുണ്ടാവും, പിന്നെ ബാക്കി എല്ലാ പണികളൊന്നും പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകും കേട്ടോ. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇത് ഒരു 2 പ്രാവശ്യമെങ്കിലും അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോഴിമുട്ട, പാല്, വാനില എസൻസ്, അതുപോലെ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ നിന്നും ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്ത് വെക്കുക. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ബൗള്, അതിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല, നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഞാൻ ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറ് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് സ്പീഡ് തോന്നുന്നുണ്ട്. മെല്ലെ വേണ്ടിട്ടത് സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറിലാട്ടോ വേണ്ടത്. അങ്ങനെ ഈ ഒരു ബാറ്റർ ഞാൻ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിയിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി ഈ ഒരു കേക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇനി മീനിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഓരോരോ പണികളൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പം കേക്കൊന്ന് ആദ്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് 20 മിനിറ്റ് 25 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ആരും മീൻ അങ്ങനെ പൊരിച്ചതൊന്നും കൂട്ടൂല. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ ഇവിടെ പൊരിക്കാറില്ല കേട്ടോ. കുട്ടികൾക്ക് ആരും കൂട്ടൂല. ചിക്കനാണെങ്കിൽ പിന്നെ അവർ പിന്നെയും ഇഷ്ടത്തോടു കൂടി കഴിക്കും. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ മാഗി മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ, നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു മസാല ചേർത്ത് കൊടുത്തപ്പോൾ. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട്. അങ്ങനെ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് തിരിച്ചിട്ടും കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കാബേജിയിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കോൾഡ് കോഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ക്രീമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഫി ക്രീം ഓരോ ഗ്ലാസ്സിലോട്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ തണുപ്പിച്ചെടുത്ത പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്ര പണിയാണ് കേട്ടോ, സിമ്പിളാണ് ഈ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് തന്നെ വീണ്ടും കാണാം.